ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. എന്താണെന്നറിയില്ല, നമ്മുടെ ക്ലബിന് മാത്രം ഇത്രയും അധികം പ്രശ്നങ്ങൾ വരുന്നതെന്നറിയില്ല. ഈ സീസണിൽ 9ഓളം വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ വെറും 3 താരങ്ങൾ മാത്രമാണ് ഇഞ്ചുറി ഇല്ലാതെ ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും നിരാശ നൽകുന്ന മറ്റൊരു വാർത്ത എന്തെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ഡയമണ്ട് ദിമിത്രിയോസ് ഡയമൻഡോസിനും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദ ബ്രിഡ്ജിൻ്റെ റിപ്പോർട്ടറായ അശ്വതിയാണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജസ്റ്റിൻ ഇമാനുവലും അതുപോലെ തന്നെ ദിമിത്രിയോസ് ഡയമൻഡോസിനും ഇഞ്ചുറിയാണ്. അവരെന്ന് തിരിച്ച് കളത്തിലെത്തും എന്നുള്ളത്, ഡേറ്റ് തിരിച്ച് എന്ന് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അറിയില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ഇത് ഇനി എന്ത് പറയണമെന്നറിയില്ല. ഇനി എങ്ങനെ പ്ലേ ഓഫ് മത്സരം കളിച്ചൊരു കാര്യമുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ എങ്ങനെ ഒരു നല്ല കാലം വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്പോൾ അതാ വളരെ വലിയൊരു ആപത്ത് തന്നെ ആയിരിക്കും പിന്നീട് വരാൻ പോകുന്നത്. ഇപ്പോൾ സീസണിൽ നിരവധി ഇഞ്ചുറീസാണ്. ഒരു നല്ല രീതിയിൽ കളി റെഡി ആയി വരുമ്പോഴത്തേക്കും വീണ്ടും ഓരോ ഭാഗത്തു നിന്ന് ഓരോരുത്തർ കൊഴിഞ്ഞു തുടങ്ങും. ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഇപ്പോൾ ആകെ ഒരു പ്രതീക്ഷ, നമുക്ക് ലൂണൊക്കെ പോയപ്പോൾ ആകെ ഒരു പ്രതീക്ഷ ഡയമൻഡോസ് ഗോൾ സ്കോർ ചെയ്ത് നമ്മളെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ദിമിയും ഇഞ്ചുറി പറ്റുന്നു. എന്തായാലും എന്ന് തിരിച്ചു വരും, ഇങ്ങനെ വലിയ ഇഞ്ചുറി ആണെന്നൊന്നും ഉള്ള റിപ്പോർട്ടൊന്നുമില്ല. ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാലും പ്ലേ ഓഫ് ആകുമ്പോഴത്തേക്കും കുറച്ച് ദിവസം പെട്ടെന്ന് തന്നെ റെഡി ആവുന്നൊരു ഇഞ്ചുറി ആയി മാറട്ടെ. എല്ലാം ഒന്നും പറയാനില്ല. റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ ഈ പ്ലേ ഓഫ് മത്സരം കളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ എങ്ങനെയാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തി അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരെയും